ഇനിയൊരു ഒളിച്ചുകളി സാധ്യമല്ല. സർക്കാരിന് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് ഉദ്ദേശിക്കുന്നതെന്നത് വിശദമായൊരു സത്യവാങ്മൂലമായി തന്നെ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കോടതിക്ക് അതിൽ പരിശോധന നടത്താൻ സാധ്യമാകും. അതോടൊപ്പം തന്നെ ഇതിൽ പുറത്തു വന്നിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് സംബന്ധിച്ച് കോടതിക്ക് ഒരു കൃത്യമായ ധാരണയിലേക്ക് വരും. അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് അതേപടി തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടല്ല, എന്താണോ സർക്കാരിലേക്ക് ഹേമ കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്നത് അത് അതേപടി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് സർക്കാരിന്റെ ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു. സർക്കാർ കാര്യമായി ഒരു നടപടിയിലേക്ക് പോയില്ല. ഇവിടെ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അടക്കം സർക്കാരിന്റെ മുന്നിലേക്ക് വന്നെങ്കിലും അത് ആ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് കൈമാറി അതിനുശേഷം കാര്യമായ ഒരു നടപടിയിലേക്കും പോകാതെ സർക്കാർ അത് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. RTI നിയമപ്രകാരം അത് പുറത്തേക്ക് വന്നപ്പോൾ ആ വിഷയം സമൂഹത്തിൽ ചർച്ചയായി. ഇവിടെ അവസാനം കോടതിയുടെ ഇടപെടലും വരുന്നു. കോടതി വ്യക്തമാക്കുന്നത് ഇതിൽ ഇരകളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കുറ്റക്കാർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോയിക്കൂടാ എന്ന ചോദ്യമാണ് കോടതി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി സർക്കാരിന് വേണ്ടി AG കോടതിയെ അറിയിച്ചത് ഇവിടെ ഇരകൾ പരാതിയുമായി വരുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് നിയമപരമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ എന്നതാണ് ഒരു പോരായ്മയായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ മൊഴിപ്പകർപ്പ് സർക്കാരിന്റെ പക്കലില്ല എന്ന കാര്യം കൂടി ഇന്ന് AG കോടതിയെ അറിയിച്ചു. അവിടെയാണ് ഹേമ കമ്മിറ്റി ഒരു പ്രതിരോധത്തിലേക്ക് വരുന്നത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാടിടത്ത് ആ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കുമ്പോൾ നമുക്ക് വലിയ കുറ്റകൃത്യങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നത്. അതിൽ ഓരോ സാക്ഷികളും പറഞ്ഞതായിട്ട് ആ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ആ സാക്ഷിമൊഴി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്തരത്തിലൊരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ സാക്ഷിമൊഴികൾ അത് മറ്റൊരു അനക്സറായിട്ടാണെങ്കിൽ പോലും ആ സാക്ഷിമൊഴികൾ കൃത്യമായി സൂക്ഷിക്കണം. അത് ആരാണ് പറഞ്ഞത് എന്ന കാര്യം ആ കമ്മിറ്റിക്കെങ്കിലും ബോധ്യം വരണം. ആ കമ്മിറ്റി അത് കൃത്യമായി സൂക്ഷിക്കണം. സർക്കാരിലേക്ക് കൊടുക്കുമ്പോൾ ആ സാക്ഷിമൊഴികൾ നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് ഇന്ന് AGയുടെ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുന്ന സാക്ഷിമൊഴികൾ എവിടെ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കോടതിയുടെ മുന്നിലേക്ക് ആ റിപ്പോർട്ട് എത്തുമ്പോൾ സാക്ഷിമൊഴികൾ ഇല്ല എങ്കിൽ അപ്പോഴാണ് കോടതിക്ക് ആ കാര്യം വ്യക്തമാകുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ അത് നൽകിയവർക്ക് ഒരു ഉറപ്പ് ജസ്റ്റിസ് K. ഹേമ കമ്മിറ്റി നൽകിയിരുന്നു. അതായത് ഈ മൊഴിയുടെ പേരിൽ നിങ്ങൾ മറ്റ് നടപടികൾ നേരിടേണ്ടി വരില്ല എന്നത്. അതുകൊണ്ട് ആ കമ്മിറ്റിയോട് ഈ സാക്ഷിമൊഴികൾ ചോദിക്കുന്നതിന് സർക്കാരിന് പരിമിതി ഉണ്ട് എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും അത് എത്രമാത്രം നിയമപരമായി നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കോടതി ആ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുമ്പോൾ കോടതിക്ക് വേണ്ടി വന്നാൽ ആ സാക്ഷിമൊഴികൾ എവിടെയുണ്ട് എങ്കിൽ അത് കണ്ടെത്താനും കഴിയും. അങ്ങനെ കണ്ടെത്തി പരിശോധിക്കുന്നതിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ആരൊക്കെയാണ് ഈ മൊഴികൾ നൽകിയിരിക്കുന്നത്, അവർ നേരിട്ട പീഡനം എന്ത് എന്നത് വ്യക്തമാകുകയുള്ളൂ. ഇവിടെ വനിതാ കമ്മീഷനെ കൂടി കോടതി ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നു എന്നതും പ്രധാനമാണ്. ബിനിൽ, സർക്കാർ നേരത്തെ എടുത്ത നിലപാട് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോവാൻ സാങ്കേതിക തടസ്സങ്ങൾ സർക്കാരിനുണ്ട് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രി KN ബാലഗോപാൽ പറയുന്നു അത്തരത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ ഇല്ല എന്ന്. മാത്രമല്ല അതിനും മേലെ കോടതിക്ക് ഇടപെട്ട ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ സ്വമേധയാ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകാനും ഒക്കെ കോടതിക്ക് കഴിയില്ലേ? മോത്തി, അത് ഇന്ത്യൻ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന കുറ്റങ്ങളും അല്ലാത്ത കുറ്റങ്ങളുമുണ്ട്. ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് പോലീസിന് നേരിട്ട് എടുക്കാൻ കഴിയുന്ന ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ്, ലൈംഗിക പീഡനങ്ങളാണ്. അതിൽ ഒരു പരാതി ഉണ്ട് എങ്കിൽ മാത്രമേ സർക്കാർ മുന്നോട്ട് പോകുകയെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു 1-2 കുറ്റകൃത്യങ്ങളല്ല, ഒരു പരമ്പര തന്നെയാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു FIR പോയില്ല എങ്കിൽ തന്നെ ആ മൊഴിയുടെ ഭാഗമായി ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ നേരിട്ട പ്രതിസന്ധികൾ കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞവർ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ, അവർക്ക് ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്ന കാര്യം ചോദിച്ചറിയാനുള്ള ഒരു ബാധ്യത പോലും സർക്കാരിനുണ്ട് എന്നതാണ്. പക്ഷേ ഇവിടെ അത്തരത്തിൽ സർക്കാർ പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വിമർശനാത്മകമായ കാര്യം. മറ്റൊന്ന് ബിനിൽ, ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത് സർക്കാർ ഒരു കോൺക്ലേവ് നടത്തി തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും എന്നാണ്. അതിൽ നിർദ്ദേശങ്ങളെക്കാൾ ഉപരി പലരും അനുഭവിച്ച പീഡനങ്ങളാണ് വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ടിൽ. കോൺക്ലേവ് ഏത് തരത്തിലായിരിക്കും സംഘടിപ്പിക്കുക? ഇനി ഈ കോടതി ഇടപെടൽ ഉണ്ടായതോടുകൂടി ഈ കോൺക്ലേവ് എന്ന തീരുമാനത്തിനൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്?
സർക്കാർ ഈ കോൺക്ലേവിന്റെ കാര്യം പറയുന്നത് ഈ കമ്മിറ്റി വെച്ചിട്ടുള്ള ശുപാർശകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ വിവിധ സിനിമാ സംഘടനകളുടെ അതോടൊപ്പം തന്നെ സർക്കാരിന് മുന്നിൽ പരാതിയുമായി എത്തിയ WCC അടക്കമുള്ളവരുടെയും നിലപാട് തേടുക എന്നത് മാത്രമാണ് ആ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെ കോൺക്ലേവ് നടത്തി പരിഹരിക്കാൻ കഴിയില്ല. ക്രിമിനൽ കുറ്റകൃത്യങ്ങളെ അതിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പരിശോധിച്ച് മാത്രമേ അതിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. പരാതികൾ ഉണ്ടോ എന്നത് പരിശോധിക്കുക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. കാര്യം ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അതിൽ ഈ മൊഴി നൽകിയിരിക്കുന്നവർക്ക് ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുകയും അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എങ്കിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്ത കുറ്റക്കാർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുക എന്നത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ നമ്മുടെ സർക്കാർ മുന്നോട്ട് വരുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും കോടതി ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വിളിച്ചു വരുത്തുന്നു. കോടതിക്ക് മുന്നിലേക്ക് റിപ്പോർട്ട് വരാൻ പോകുന്നു. അതിനു മുൻപ് ആ സമയപരിധിക്കിടയിൽ പോലും വേണമെങ്കിൽ സർക്കാരിന് ഈ റിപ്പോർട്ടിൽ ഒരു അന്വേഷണത്തിന് നിർദ്ദേശിക്കാവുന്നതാണ്. FIR രജിസ്റ്റർ ചെയ്യേണ്ട, ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർബന്ധമില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നത് ആ സാക്ഷിമൊഴികൾ കൂടി പരിശോധിച്ച് തീരുമാനത്തിലേക്ക് പോകാൻ സർക്കാരിന് സാധ്യമാകുന്നതാണ്.